രാജാതിരാജനും കർത്താതികർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം മഹത്വം. ഇന്ന് സഭാപ്രസംഗി 4:1 വായിക്കാം. പിന്നെയും ഞാൻ സൂര്യന് കീഴിൽ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കൈയാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. ആമേൻ. ഇന്ന് നമുക്ക് ലോകത്തിൽ കാണുന്ന ഒരു കാര്യമാണിത്. സത്യമായി ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. ജനം കണ്ണുനീരൊഴുക്കുന്നു, പീഡിതന്മാർ അവരെ പീഡിപ്പിക്കുന്നു, അവർക്ക് ആശ്വാസപ്രദൻ ആരുമില്ല. എങ്കിലും ദൈവമക്കൾക്ക് ഏമൻ ഹല്ലേലൂയ കഥ വേറെയാണ്. ഏമൻ സങ്കീർത്തനം 56:8 പറയുന്നു, തന്റെ മക്കളുടെ ഉടൽകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, അവരുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. 126 സങ്കീർത്തനത്തിൽ പറയുന്നു, ഏമൻ ഹല്ലേലൂയ വിതച്ചത് ദൈവസന്നിധിയിലാണോ, ആർപ്പോട് കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. ഏമൻ ഹല്ലേലൂയ. വീണ്ടും ഇവിടെ പറയുന്നുണ്ട്, ഏമൻ ഹല്ലേലൂയ അവർക്ക് ആശ്വാസപ്രദനില്ല. ഏമൻ യോഹന്നാന്റെ 14 പറയുന്നു, ഏമൻ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ആശ്വാസമായി തീരുന്നു, നമ്മുടെ ആശ്വാസപ്രദനായിരിക്കുന്നു. യശയ്യാവിന്റെ പുസ്തകം 66 പറയുന്നു, അമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം തന്റെ മക്കളെ ആശ്വസിപ്പിക്കുന്നു. എന്തൊരു ഭാഗ്യ പദവിയാണ്. ഏമൻ ഹല്ലേലൂയ. ലോകത്തിലെ കർത്താവിനെ അറിയാത്തവരുടെ കണ്ണുനീര് ഏമൻ ഹല്ലേലൂയ വേസ്റ്റ് ആയിട്ട് പോകുമ്പോൾ, അവർക്ക് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, സ്വർഗസ്നായ ദൈവം തന്നെ തന്റെ മക്കൾക്ക് ഏമൻ ഹല്ലേലൂയ കണ്ണുനീർ തുടയ്ക്കുന്നവനായി ഏമൻ ആശ്വാസപ്രദനായി നിൽക്കുന്നു. ഏമൻ ഹല്ലേലൂയ. നമ്മളും ഏമൻ ഹല്ലേലൂയ ഈ ലോകത്തിൽ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി തീരണം. ഏമൻ ഹല്ലേലൂയ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവരായിരിക്കണം. അതിനാവശ്യം പരിശുദ്ധാത്മാവാം ദൈവം ഏമൻ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറയണം. ഏമൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏമൻ ഹല്ലേലൂയ നമ്മൾ ഒന്നിനെ ഓർത്ത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നമ്മുടെ കണ്ണ് കർത്താവിൽ നോക്കി മാത്രം നിൽക്കുക, അവിടെ മാത്രം പതിക്കുക. ഏമൻ ഹല്ലേലൂയ. ആ തിരുസന്നിധിയിൽ മുമ്പിൽ കരഞ്ഞാൽ മതി. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ആ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചാൽ മതി. നമ്മൾ കേട്ടതുപോലെ ഏമൻ ഹല്ലേലൂയ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏമൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.